കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ചെയ്യാനില്ല. മനസ്സിലുള്ളത് മുഴുവൻ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ്. അവസാനം കാര്യത്തിലേക്ക് എത്തി. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ബാഗൊക്കെ പാക്ക് ചെയ്തു. എന്നാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ട്രിപ്പിൽ അജേഷും ഉണ്ട് കൂടെ. കണ്ണൂരിൽ നിന്നും വീരാജ്പേട്ട വഴി കർണാടക എത്തി. അതിനുശേഷം അവിടെ നിന്നും നേരെ ആന്ധ്രാപ്രദേശ്, അവിടെ നിന്നും മധ്യപ്രദേശ്, അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. വാരണാസിയാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്തായാലും ഒരു 4 ദിവസമൊന്നും ഇല്ലാതെ വാരണാസി എത്തില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ ബൈക്കുകൾക്ക് പ്രവേശനമില്ല. നമുക്ക് സൈഡിലുള്ള ബൈപ്പാസ് വഴി വേണം ഹൈവേയിൽ കട്ട് ചെയ്ത് കയറാൻ വേണ്ടി. ഈ വഴി നമുക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഹംപി ടച്ചായിട്ട് വരാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഒരു 1 month മുന്നേ ഹംപിയിലേക്ക് പോയതുകൊണ്ട് വീണ്ടും ഹംപിയിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ റാമോജി ഫിലിം സിറ്റി ഒക്കെ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യം വാരണാസി, അതുപോലെ തന്നെ അവിടെ നിന്ന് നേരെ തവാങ്. യാത്രയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, പണ്ടൊക്കെ കേരളത്തിലെ റോഡായിരുന്നു വളരെ മോശം. ഇപ്പോൾ കർണാടകയിലൊക്കെ റോഡ് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ തന്നെ കുണ്ടും കുഴിയും ഉണ്ട്. സൂക്ഷിച്ച് മാത്രം ബൈക്ക് ഓടിക്കുക. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം വിശ്രമമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടാളും ഫുൾ എനർജി ആയിരുന്നു. മാറി മാറി ബൈക്ക് ഓടിച്ച് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ കർണാടക ബോർഡർ ക്രോസ് ചെയ്ത് ആന്ധ്രാപ്രദേശിലോട്ട് കയറി. എന്നാൽ എവിടെയോ ഇടയ്ക്ക് ഒന്ന് ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് ആന്ധ്രാപ്രദേശിൻ്റെ ഗ്രാമത്തിലൂടെ ഒരു ട്രിപ്പ് നമുക്ക് സ്പോൺസർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൻ്റെ ഭംഗിയും നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു. കുറച്ചേ ഉള്ളൂ കേട്ടോ, 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ഈ നാഷണൽ ഹൈവേയിലായാലും ആടുകളും പശുക്കളും ഒക്കെ ഹൈവേയിൽ ഉണ്ടാകും. ഇവിടെയൊക്കെ വളരെ കെയർ ചെയ്ത് വേണം ബൈക്ക് ഓടിക്കുന്നതിന്. 60 കിലോമീറ്റർ മാക്സിമം സ്പീഡ് എടുക്കുക എന്നതാണ് ഏറ്റവും സേഫായ കാര്യം. കൂടുതൽ സ്പീഡിലേക്ക് പോയാൽ പശുക്കളോ മറ്റോ മുന്നിൽ പെട്ടെന്ന് വന്നാൽ നമുക്ക് ബ്രേക്ക് ചെയ്യാനൊക്കെ കുറച്ച് വിഷമമാകും. ഞാനിടയ്ക്ക് പറഞ്ഞല്ലോ, ഹൈവേയിൽ എല്ലാ സ്ഥലത്തുനിന്നും റോഡ് നല്ലതല്ല. ഇടയ്ക്കിടെ കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിച്ച് വേണം ബൈക്ക് ഓടിക്കാൻ. ഇന്ന് ആന്ധ്രാപ്രദേശിലെ അനന്തപുരം എന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണെങ്കിലും 2-3 ലോഡ്ജുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അതിലൊന്ന് നമുക്ക് കിട്ടി. നമ്മളവിടെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പോകുന്നത്. നേരം സന്ധ്യയോടടുക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് വിശ്രമത്തിനുള്ള സമയമാണ്. നമ്മൾ ഹോട്ടലിലേക്ക് എത്തിച്ചേരാറായിരിക്കുന്നു. ഇനി നമുക്ക് നല്ല വിശേഷങ്ങളുമായി നാളെ കണ്ടുമുട്ടാം. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ 2-3 കാര്യങ്ങൾ അങ്ങനെ നടത്താവൂ എന്ന് പറഞ്ഞിരുന്നു. അതിലൊന്നാണ് ഈവനിങ് കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് റൈഡിങ് വേണ്ട എന്നുള്ളത്. നൈറ്റിൽ വണ്ടി ഓടിക്കുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് 60 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുക. പിന്നെ മൂന്നാമതൊരു കാര്യം, നമുക്ക് എത്ര ദൂരം കവർ ചെയ്യണമെങ്കിലും കുറഞ്ഞത് ഒരു 200 കിലോമീറ്ററെങ്കിലും എത്തുമ്പോൾ ഒരു വിശ്രമം ആവശ്യമാണ്. ഒന്ന് വിശ്രമിച്ചതിന് ശേഷം മാത്രം വീണ്ടും ബൈക്ക് റൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ദിവസം 300 അല്ലെങ്കിൽ 400 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്യുക. അതാണ് എപ്പോഴും ശരീരത്തിനും ബൈക്കിനും നല്ലത്. 400 കിലോമീറ്റർ ആണെങ്കിൽ ആദ്യത്തെ 200 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു വിശ്രമം എടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 200 കിലോമീറ്റർ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൈക്കിനും അതുപോലെ തന്നെ നമുക്കും ആരോഗ്യത്തിന് നല്ലതാണ്. ഇതുപോലെ ചില മരത്തിൻ്റെ ചോട്ടിലും അവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ വിശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ടെൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ടെൻറ്റ് സ്റ്റേയേക്കാൾ നല്ലത് ചെറിയ പൈസക്ക് കിട്ടുന്ന നമ്മളിന്ന് നിൽക്കാൻ പോകുന്ന അതുപോലെയുള്ള റൂംസാണ്. വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നല്ലൊരു വീഡിയോയുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാം.